ഒത്തുചേരൽ നമ്മൾ ആരംഭിക്കുകയാണ്. റീഗ്രിഡിന്റെ മൂന്നാമത്തെ ഒത്തുചേരലാണ്. ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. ഒന്ന്, മനോഹരമായ സ്ഥലങ്ങളിൽ ഒരുമിച്ചിരിക്കുക, ആ സ്ഥലത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. രണ്ടാമത്തത്, ആളുകൾ ഒരുമിച്ചിരിക്കുക, ആളുകൾ അവരുടെ അനുഭവങ്ങൾ, അവരുടെ സന്തോഷവും ദുഃഖവും വേദനയും ഒക്കെ പരസ്പരം പങ്കുവെക്കുക. ഇതിലൂടെ നമുക്ക് വലിയ ഇൻസ്പിറേഷൻസ് ലഭിക്കും. നമുക്ക് ഒരു മനുഷ്യനെ മാറ്റി നിർത്താൻ കഴിയില്ല. വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നാം പറയുന്ന മനുഷ്യരാണെങ്കിലും, ആരും അറിയാതെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന മനുഷ്യരാണെങ്കിലും, എല്ലാവരുടെയും ജീവിതം ഒരു വലിയ അധ്യായമാണ്. ഒരുപാട് നോവലുകൾ എഴുതാൻ കഴിയുന്ന വലിയ അധ്യായങ്ങളാണ് ആ ജീവിതങ്ങളൊക്കെ. ഇത് പരസ്പരം പങ്കുവെക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് പങ്കുവെക്കാനുള്ള ഇടങ്ങൾ ലഭിച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നമുക്ക് പലതും സൊല്യൂഷൻ ലഭിക്കും. ജീവിതം എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും, ആകാംക്ഷകൾ ഉണ്ടാവും, നിരാശകൾ ഉണ്ടാവും. ഇതൊക്കെ ചേർന്നാണ് ജീവിതം. ഇത് ഓരോന്നിലും നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട്. ഇപ്പൊ ചിലർ പറയും വിജയിച്ചവനാണ് ഒരു മഹാൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഒരു ദാർശനികൻ പറഞ്ഞ് നമുക്ക് അറിയാവുന്നതാണ്, വീഴാത്തവനല്ല മഹാൻ, വീട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് മഹാൻ. ഖുർആൻ പറയുന്ന ഒരു വാക്യമുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കിടയിലും ഒരു പരിഹാരമുണ്ട്, സൊല്യൂഷൻ എന്നുള്ളത്. അത്തരം സൊല്യൂഷനുകളാവാം ഈ ഒത്തുചേരലിന്റെ ഒരു ഉൽപ്പന്നം, അല്ലെങ്കിൽ ഒരു സമാധാനമാകാം ഈ ഒത്തുചേരൽ ഉൽപ്പന്നം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഊർജ്ജമാകാം ഈ ഉൽപ്പന്നം. അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാവട്ടെ എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഈ സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫും ഇലയും ചേർന്ന് ഇന്ന് ജീവിതം പറയാമെന്ന പേരിൽ ഈ ഇലയുടെ നടുമുറ്റത്ത് ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ അനുഭവ പങ്കുവയ്ക്കുന്ന തുടക്കം കുറിക്കുന്നത് പ്രധാനമായും 3 പേരാണ്. നിങ്ങൾക്ക് അധികം പരിചയപ്പെടുത്തേണ്ടതില്ല. ഇലയുടെ സ്ഥാപകനും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരുടെ മനസ്സുകളെ പലപ്പോഴും അടുത്തറിഞ്ഞിട്ടുള്ളതും അവരുമായി നിരന്തരം സംവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിക്കാം. ഈ ഇല തന്നെ ഉണ്ടാക്കിയ ആർട്ടിസ്റ്റ് അസ്ലംഗർ, നിങ്ങളുടെയൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരുടെയും ഒരു ജീവിതത്തെ പ്രചോദനമായി എന്നും നമ്മുടെ ഒരു ഗുരുവിന്റെ സ്ഥാനത്തുള്ള പുസ്തകങ്ങൾ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ആദ്യം ചില കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് എനിക്ക് എന്നോട് തന്നെ പറയാൻ തോന്നി. ഒരിക്കലും ഇത് എത്രമാത്രം പവിത്രമായ ഒരു സംവിധാനമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നാണ്. നമ്മളിങ്ങനെ സങ്കടങ്ങൾ പേറി, വിഷമങ്ങൾ ഇങ്ങനെ പേറി, എന്തിനൊക്കെയോ വേണ്ടി ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ എന്നോട് പറയുന്ന, എന്നെ തന്നെ സമരം ചെയ്യുന്ന കാര്യം പറയാം. എന്നോട് തന്നെ സമരം ചെയ്യുന്ന ഒരു കാര്യം പറയാം. പണ്ടൊരു കഥ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരാളൊരു പുഴയിൽ ചൂണ്ടലിട്ടിരിക്കുന്ന സമയത്ത് വേറൊരു സുഹൃത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആയാൽ മതിയോ, ഇങ്ങനെ പോരല്ലോ, ഇങ്ങനെ ആയാൽ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു തോണിയൊക്കെ വാങ്ങണം, ഒരു വഞ്ചി വാങ്ങണം, വല വാങ്ങണം, എന്നിട്ട് മീൻ പിടിക്കണം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, കുറച്ച് പണം സമ്പാദിക്കണം, പണം സമ്പാദിച്ചിട്ട് പിന്നെ ഒരു ബോട്ട് വാങ്ങണം, കടലിൽ പോകണം, മീൻ പിടിക്കണം. എന്നിട്ട് എന്തിനാണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ ചൂണ്ടലിട്ടിരിക്കുന്ന ആൾ. ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നല്ല കാറ് വാങ്ങണം, നല്ല വസ്ത്രം വാങ്ങണം, വലിയ പത്രാസിൽ ജീവിക്കണം എന്ന് പറയരുത്. അപ്പൊ എന്നിട്ട് എന്തിനാന്ന് ചോദിച്ചു, പിന്നെയും ചോദിച്ചു, എന്നിട്ട് എന്തിനാ, എന്നിട്ട് ഇതുപോലെ സമാധാനമായിട്ട് മീൻ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് പറയും. അപ്പൊ ആ പണിയല്ലേ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ ഇതിനൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം. അപ്പൊ നമ്മളിങ്ങനെ ജീവിതം എന്താണ് എന്ന് അറിയാത്ത ഒരു ഓട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ അച്ചീവ് ചെയ്യാനുണ്ട്, എന്തൊക്കെയോ നേടാനുണ്ട്, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ പോലും പക്ഷെ എന്തിന്, ജീവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. നജീബ് എന്ന് പറയുന്ന ഒരാളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജീവൻ പോയി എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണമായിട്ട് എൻ്റെ ശരീരം കുഴഞ്ഞ് ഇവിടെ നിലംപതിച്ചു പോകും, അല്ലെങ്കിൽ കുഴഞ്ഞ് ശരീരം അങ്ങനെ തളർന്ന് എനങ്ങാതെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ജീവൻ പോയി എന്ന് പറയും. എങ്ങോട്ടേ പോണത് ജീവൻ? എങ്ങോട്ടാ ജീവൻ പോകണമെന്ന് നമുക്ക് അറിയണ്ടോ? നമ്മൾ കാണുന്നില്ല. ജീവൻ എവിടുന്ന വന്നു എന്നും അറിയില്ല. ജീവൻ നമുക്ക് എത്ര നിസ്സഹായനായ ഒരു മനുഷ്യനാണ്, അത്രയും നിസ്സഹായരായ മനുഷ്യരാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ജീവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ഫോൺ നമ്മൾ എറിയില്ല എന്ന് പറയുന്നത് പോലെ ഞാനൊരു ടൂളാണ്.
ഞാനൊരു ടൂളാണ്. ഇപ്പൊ ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കൈയുടെ മുകളിൽ നഖം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്? മോള് കണ്ടിട്ടുണ്ട് ഈ നഖം? എപ്പോഴാ കണ്ടിട്ടില്ല? ഈ നഖം കണ്ടിട്ടുണ്ടോ? അപ്പൊ എത്ര വയസ്സായി? 30 വയസ്സിനിടയിൽ എപ്പോഴെങ്കിലും ഈ നഖം കണ്ടിട്ടുണ്ടോ? കാണാൻ വേണ്ടി കണ്ടിട്ടുണ്ടോ? എപ്പോഴാ കണ്ടിട്ടില്ല? ഇതിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഇത് എന്തിനാണ് ഈ നഖം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇത്രയും സമയത്തിലൊക്കെ ഈ നഖം ഇവിടെ എന്തിനാണ്? നഖം വെട്ടും നമ്മൾ, അല്ലെങ്കിൽ കളർ വരട്ടും, അല്ലെങ്കിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടി നഖം നമ്മൾ ഉപയോഗിക്കും. ഈ നഖം ഇവിടെ അല്ലെങ്കിൽ 5 കഷ്ണം മാംസം അങ്ങനെ തൂങ്ങി കിടക്കും. എഴുതാൻ പറ്റില്ല, ചോറ് വഴിച്ച് തിന്നാൻ പറ്റില്ല, ഒരു പണിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കുറച്ചും കൂടി എഞ്ചിനീയറിങ് ഒക്കെ അറിയുന്ന ആളുകളായി ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ബലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ അച്ചീവ്മെന്റിനെ കുറിച്ച് ചിന്തിക്കും, എന്തൊക്കെയോ നേടാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കും, സങ്കടങ്ങളെ കുറിച്ച് ചിന്തിക്കും. ഇതൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ എത്ര അനുഗ്രഹീതമായ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ സമരം ചെയ്യുന്ന, എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു കാര്യം പരസ്യമായി പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ മറ്റെന്തിൻ്റെയൊക്കെയോ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നജീബ് എന്ന് പറയുന്ന ഞാൻ ജീവിക്കുന്നത്, ഇൻക്ലൂഡിങ് മീ. അതിൻ്റെ ഇടയിൽ ഹൂ ഈസ് മീ, ഞാൻ ആരാണ്, എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദിന്റെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങൾ ഒന്ന് വലിച്ചെടുത്താൽ ഭൂമിക്ക് ചുറ്റും 2 തവണ ചുറ്റാൻ മാത്രമുള്ള നാഡീവ്യൂഹങ്ങൾ ഹിന്ദിന്റെ ശരീരത്തിലുണ്ട് എന്ന് ഹിന്ദിന് അറിയായിരുന്നോ? ഇല്ല. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് ഒരു യഥാർത്ഥ പ്രശ്നമാണ്. ഈ പുസ്തകങ്ങളൊക്കെ ഓരോ മനുഷ്യരാണ്. ഈ പുസ്തകം വായിച്ചിട്ടാണ് പണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ കുറേയും കൂടി നമുക്ക് മനുഷ്യരെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹ്യൂമൻ ബുക്ക് എന്ന് പറയുന്നത് മനുഷ്യരെ നേരിട്ട് വായിച്ചെടുക്കുക എന്നുള്ളത് കുറേ കൂടി എളുപ്പമായ ഒരു കാലത്താണ്. അപ്പൊ ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ പുസ്തകമാണ്, ഒരു കഥയാണ്, ഒരു ജീവിതമാണ്. ഭയങ്കരമായ വ്യത്യസ്തത നിറഞ്ഞ ജീവിതം. ഇത്ര കഥകൾ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു. ഓരോ മനുഷ്യൻ ലോകത്തൊക്കെ നടക്കുമ്പോൾ, നമ്മൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും കാണുന്ന കഥകളിക്കൊക്കെ മനുഷ്യന്റെ പച്ചപ്പുള്ള ഭാഷ മാറും, അവരുടെ തൊലിന്റെ കളറ് മാറും, ഇങ്ങനെ പലതും മാറും. പക്ഷെ മനുഷ്യന്റെ വികാരങ്ങള്, മനുഷ്യന്റെ കഥകള്, മനുഷ്യന്റെ പ്രയാസങ്ങള്, ദുഃഖം, സ്നേഹം, പ്രണയം, സന്തോഷം ഒക്കെ ഇങ്ങനെ നമുക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നും. ഞാൻ എൻ്റെ ജീവിതം ഇനി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിടത്ത് വെച്ച് പറയാനേ പറ്റുള്ളൂ. ബാക്കി എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ കഥ അപൂർണമാണ്. ഞാൻ ഇതുവരെ ജീവിച്ച കഥ അനുപല്ലവിയിലേക്ക് എത്തിയണമെന്ന് എനിക്കറിയില്ല. എന്നിട്ടല്ലേ ക്ലൈമാക്സ് എപ്പോഴാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പുസ്തകം പോണം വൈവിധ്യമുള്ളതാണ് മനുഷ്യന്റെ ജീവിതം. ഞാൻ കണ്ട എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. നമ്മൾ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിച്ചു നോക്കണ്ടേ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നജീബ് ഖാനൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാകുക മനുഷ്യന്റെ കഥകൾ തന്നെ ആയിരിക്കും. ജീവിതം എന്ന് പറഞ്ഞ കഥയാണ്. അനുഭവങ്ങൾ കേൾക്കാൻ നിന്നാൽ നമ്മൾ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. അത്രയും വലിയ കഥകളാണ്. പല കഥകളുടെ മുമ്പിൽ നമ്മൾ സ്തംഭിച്ച് നിന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞ 2 വരികൾ നിങ്ങൾക്കറിയാം. നമ്മൾ കേൾക്കാത്തയും അനുഭവിക്കാത്തയും കഥകളൊക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന് ബെന്യാമിൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. നജീബിനെ കാണുന്നത് വരെ അങ്ങനെ കഥ ഉണ്ടാവുന്ന അയാൾ ധരിക്കുന്നില്ല. അങ്ങനെ തന്നെയാണല്ല. സന്തോഷവാനാണെന്ന് പറയുന്ന ഒരാളോട് നിങ്ങൾ കഥ പറയാൻ ശ്രമിച്ചു ഓർക്കേണ്ട. ദുഃഖമല്ല നമുക്ക് കേൾക്കേണ്ട. ആ സന്തോഷം പോലും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ സന്തോഷം നിങ്ങൾക്ക് വേറെ അനുഭവത്തിൽ ഉണ്ടാവില്ല. വേറെ തന്നെ ആയിരിക്കും അയാളുടെ സന്തോഷത്തിന്റെ അനുഭവം. അപ്പോൾ ലോകത്തൊക്കെ അങ്ങനെ തന്നെ നമ്മൾ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതിയ ആളുകളുടെ ഒക്കെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അവരെഴുതിയതൊക്കെ വളരെ കുറവാണ്. വളരെ കുറച്ച് കാര്യം അവർ എഴുതിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ജീവിതം പറയുമ്പോൾ, ഞാൻ ജീവിതം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അരക്ഷിതമായ, ഞാൻ കാണുന്ന ആകാശത്തിന് ഒരിക്കലും നല്ല കളർ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴാണ് പിന്നെ ഈ നമുക്കിതൊക്കെ മനോഹരമാണ്, ഭയങ്കര നിലാവിൻ്റെ ഭംഗിയെക്കുറിച്ച് കവിത എഴുതാൻ പറ്റല്, നമുക്ക് അത് എഴുതാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാണ്. അങ്ങനെ കാണുമ്പോഴല്ലേ, മജ്നുവിൻ്റെ കണ്ണിലൂടെ കാണുമ്പോഴാണ്
ലാലയിലൊക്കെ ഭംഗി ഉണ്ടാകുക എന്നുള്ള വിഖ്യാതമായ വാക്കുണ്ടല്ലോ, അതേപോലെയാണ്. ഞാൻ കണ്ട ആകാശങ്ങൾക്ക് അത്ര തെളിമല്ലായിരുന്നു, ഞാൻ കണ്ട പച്ചപ്പിനൊന്നും അത്ര പച്ചപ്പില്ലായിരുന്നു ഒക്കെയാണ് എനിക്ക് പറയാൻ പറ്റുക. കാരണം എനിക്ക് അന്ന് വൈകുന്നേരം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായേ. അപ്പോൾ നമുക്ക് ഇന്ന് ഭക്ഷണം ഇല്ല, ഭയങ്കര വിശപ്പുണ്ട്, ഭയങ്കരമായ വിശപ്പ്. ഇപ്പൊ നോമ്പൊന്നും നോക്കണേക്കുള്ള വിശപ്പല്ല കേട്ടോ. നമ്മള് രാവിലെ എണീറ്റ് ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ച് ഒന്നായി AC തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് അനുഭവിക്കുന്ന ആ വിശപ്പല്ല ഞാൻ പറഞ്ഞത്. ഒന്നും ടേസ്റ്റ് ഇല്ലാത്തതൊക്കെ കഴിച്ച് വിശപ്പിനെ തൽക്കാലം നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കാം, ഭയങ്കരമായ ഒരു ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പോകുന്ന ഒരു പാടവരമ്പത്ത് കൂടെ എന്നെയാണ് ഞാൻ പറയുന്നത് കിട്ടുന്നത്, സാഹിത്യമല്ല പറയുന്നത്. ഞാൻ പോയ പാടവരമ്പത്ത് കൂടെ നമ്മൾ തോട്ടിന്റെ വക്കത്തൊക്കെ അന്ന് വാഴ കൃഷി ചെയ്യും. വാഴ കൃഷി ചെയ്യുമ്പോൾ അതിൽ മൂത്ത ഒരു നേന്ത്രപ്പഴം ആരും കാണാതെ പറിച്ചെടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അത് കഴിച്ചാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് തോട്ടി ചാടാൻ തോന്നും, എപ്പോഴെങ്കിലും വീട്ടിൽ ചെന്നാൽ മതി. ഇപ്പം ആ കാലത്ത് നമ്മൾ കണ്ട ഒന്നിനും ഭംഗി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബഷീറിന്റെ ഒക്കെ പഴയ കഥയിൽ നിങ്ങൾക്ക് ആ ഒരു ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ആ ആത്മാവ് ഉണ്ട് എന്ന് തോന്നുന്നത് എനിക്ക്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിക്ക് പ്രണയത്തിന്റെ മനോഹാരിത എല്ലാം നമുക്ക് ഉണ്ടാകാൻ, നമുക്ക് ആശ്വാസം ഉണ്ടാകും. പലതരത്തിലാണ് നമുക്കിത് ഫീൽ ചെയ്യാൻ ഭയങ്കര ആശ്വാസം. എന്നെപ്പോണ അവൾക്കും വിശക്കുണ്ടല്ലോ, അല്ലെങ്കിൽ അവളും ഞാനും ഒന്നിച്ചാണല്ലോ ഈ സാധനങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന്, നമ്മൾ തന്നെ വീട്ടിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് കഞ്ഞി കിട്ടും എന്നതായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, അന്ന് ഉണ്ടായിരുന്ന ഈ കളറുകൾക്കൊന്നും ഇത്ര തെളിമയില്ല. പഴയ കാലത്ത് ഭയങ്കര ലൈറ്റ് ഇല്ല, ഭയങ്കര ബ്രൈറ്റ് അല്ല. അപ്പൊ അന്ന് വിളക്കാണല്ലോ കത്തിക്കുക. അപ്പൊ രാത്രി ആയാലും എനിക്കൊന്ന് ഉറക്കം നേരത്തെ വരും, കാരണം ഈ ഓവർ ലൈറ്റഡ് അല്ലാത്തതുകൊണ്ട്. പായാണ് അന്നുള്ളത്, ബെഡൊന്നുമില്ല. പക്ഷെ പായിലും നന്നായി ഉറങ്ങാൻ പറ്റും, കാരണം ക്ഷീണം ഉണ്ടാവും, വിശപ്പുണ്ടാവും, പ്രത്യേകിച്ചൊന്നുമില്ല. സങ്കടപ്പെടാനും പ്രശ്നങ്ങളില്ല. അന്ന് രണ്ട് സംഭവമേ ഉള്ളൂ, നന്നായി ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലും രാത്രിയായി കിടന്നുറങ്ങാൻ. എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കത് കൂടുതൽ അനുഭവപ്പെട്ടത്, മോനെ ഒക്കെ പറഞ്ഞിട്ട് പുറത്ത് തലോടലിന്റെ കുറവുണ്ടായിരുന്നു. അത് വിശപ്പ് പോകണം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസത്തിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം പോകണം തന്നെയാണ് ആ തലോടൽ എന്ന് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ആ തലോടൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അതിന്റെ വാല്യൂ അറിയുന്ന മനുഷ്യർക്ക് അത് ഭയങ്കരമായ കാര്യം. നമുക്ക് എന്ത് വെച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും വലിയ വാല്യൂ ആണ്. ഇതൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് തന്നെ പിന്നെയാണ്. നമ്മൾ വിചാരിച്ച ഇങ്ങനെയാണ് ലോകം, എല്ലാവരും ഇങ്ങനെ ഭക്ഷണം ഞാൻ അങ്ങനെയുള്ള കാണുക, എല്ലാവർക്കും ഇങ്ങനത്തെ ഭക്ഷണമേ ഉള്ളൂ, എല്ലാവർക്കും ഇങ്ങനത്തെ പ്രയാസം ഉണ്ട് എന്നാണ് നമ്മൾ കാണുക. പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്ന എന്നെക്കാളും ഭംഗിയായിട്ട് ജീവിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഉമ്മമാരുണ്ട്, അവർക്കൊക്കെ ഉപ്പുണ്ട്, ചേട്ടനനിയന്മാരുണ്ട്, പെങ്ങളുണ്ട് ഒക്കെ. പിന്നെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ പൈസ കിട്ടിയാൽ തീരുന്നു. അങ്ങനെയാണ് ഞാൻ കച്ചവടം തുടങ്ങിയത്. ഞാൻ കച്ചവടം തുടങ്ങിയത് ആരും എന്നെ പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടും അടുത്ത ആൻസർ പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യം, ആരായിരുന്നു പ്രചോദനം? എന്നോട് ബിസിനസ്സിൽ ഒരു മീറ്റിംഗ് ചെന്നാൽ ചോദിക്കുന്നതാണ്. ഗ്രീനർ വന്ന അപ്പം ചോദിക്കും, ആരായിരുന്നു ഇൻസ്പയർ ചെയ്തതെന്ന്. ഈ രണ്ടിനും എനിക്ക് ആൻസർ ഇല്ല. ഒരു സ്ഥലം വേണ്ട, ഗ്രീനർ ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് പോയി നോക്കാൻ. ഇന്നെ പോണം ഗതി കെട്ടിട്ട് കച്ചവടം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അവരെ പോയി പഠിച്ചിട്ട് കച്ചവടം ചെയ്യാൻ സമയമില്ലായിരുന്നു. ഞാൻ കച്ചവടം ചെയ്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ കിടന്നുറങ്ങണം, അത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ വന്നപ്പോ ഞാനൊന്ന് നടന്ന് കണ്ടു, വളരെ സന്തോഷം തോന്നി. കാരണം ഇത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈൻ ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് എന്നുള്ള നിലക്കല്ല ഞാൻ പറയും. ഈ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ നടന്നത്. കാരണം ഇതിന്റെ ആർക്കിടെക്ചർ മാത്രമല്ല, ഇത് രൂപപ്പെടുത്തിയതിലുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു പദ്ധതി, അതായത് ഇനിഷ്യേറ്റീവ് ഫോർ ലവ് ആൻഡ് ആക്ഷൻ, ആ ഒരു കാര്യം
രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ചിന്ത അത് വളരെ മനോഹരമാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ നജീബ് നേരത്തെ പറഞ്ഞു, ഇവിടെ നഴ്സുമാർ പോയിട്ട് ചെയ്യുന്നത് വിരലിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു കർത്തവ്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വ പൂർത്തീകരണം അത് വളരെ മനോഹരമാണ്. ഇതിന്റെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ലവ് ആൻഡ് ആക്ഷൻ സാധാരണ ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഒരിക്കൽ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സുഹൃത്തിന് സുഖമില്ലാതെ വളരെ വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അയാളെ വിസിറ്റ് ചെയ്തവർ എനിക്ക് വയ്യ കാണാൻ, അദ്ദേഹത്തെ ആ രീതി കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ഇല പൂർണ്ണവും. അതായത് ലവ് മാത്രമല്ല, ലവ് ആൻഡ് ആക്ഷൻ. അതിൽ ഒരാൾ വേദന അനുഭവിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളവിടെ ഒന്ന് കുറച്ച് സമയം അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ആ ആശ്വാസം കിട്ടും. പക്ഷെ ഞാൻ എൻ്റെ കംഫർട്ടബിൾ സോങ്ങാണ്, ആ വേദന അനുഭവിക്കുന്ന പോലെ എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ലവ് ആൻഡ് ആക്ഷൻ ഒരു സ്പേസിൽ ഇവിടെ ഇങ്ങനെ കൂടിച്ചേര് നടന്നതിന് ഞാൻ വളരെ സന്തോഷം. കാരണം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ സാധാരണ ഇലയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് പല അംഗീകാരങ്ങൾ ലഭിക്കും. ഇപ്പൊ ഈ ഇല IAയുടെ സിൽവർ ലീഫ് അവാർഡ് ലഭിച്ച ഡിസൈനാണ്. അത് നമുക്കൊരു സന്തോഷം കിട്ടുന്നതായിട്ട്. പക്ഷെ അതിനേക്കാളും സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത, നമ്മൾ രൂപകൽപ്പന ചെയ്ത ഒരു നിർമ്മിതി അത് ആരാണോ ഉപയോഗിക്കുന്നത് അവരത് ആസ്വദിക്കുമ്പോഴാണ്. നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചിരുന്നത്, ഓരോ സ്പേസും എന്തുദ്ദേശത്തിലാണോ നമ്മൾ രൂപകൽപ്പന ചെയ്തത് അത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിന് ഇൻവേസ്റ്റർ അല്ലെങ്കിൽ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത്. മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ഈ ഇല ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നത് അതുകൊണ്ടും കൂടിയാണ്. നമ്മൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതൊക്കെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് ഇവിടെ പ്രാവർത്തിക്കാൻ. ഇപ്പോ നജീബ് ഈ പ്രൊജക്റ്റായിട്ട് വന്നപ്പോൾ കുറെ റിക്വയർമെന്റ് വന്നിട്ട് ബിൽഡിങ് ചെയ്യാനായിട്ടല്ല വന്നു. നജീബ് ഞങ്ങളുടെ അടുത്ത് നസീം ഞങ്ങൾക്കുള്ള ടീമിന്റെ അടുത്തൊന്ന് ഷെയർ ചെയ്തത് കുറെ സ്വപ്നങ്ങളായിരുന്നു. നജീബ് ഖാന്റെ കുറെ ഡ്രീംസ് ആയിരുന്നു നജീബ് ഖാൻ ഷെയർ ചെയ്തു. അത് ആ ഡ്രീംസ് പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ പറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെയുള്ള എന്താ പറയാ ഈ ഒരു വിഷ്വൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഫുൾ ലിറ്റപ്പ് ആയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ കുറെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ സമയത്ത് അല്ലാതെ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമായ ലൈറ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു വെസ്റ്റേൺ ബ്രീസ് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും ഇവിടെ ഈ ഒരു ഡിസൈൻ. ഞാൻ ഒരു കാര്യം പലപ്പോഴും ഇലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് പറയാം, ഇലയുടെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒന്നും വാതിലുകൾ വെച്ചിട്ടില്ല. പലപ്പോഴും ചർച്ച ചെയ്യുന്നൊരു ടോപ്പിക്കാണ് അത്. സത്യത്തിൽ നമ്മൾ അങ്ങനെയല്ല ഡിസൈൻ തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ. നമ്മൾ ഇല ഡിസൈൻ ചെയ്തു, ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഡോർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പല ഡിസ്കഷൻസ് നടത്തി. പല രീതിയിലും നജീബ് ഖാനെ പങ്കാളിയാക്കിക്കൊണ്ട് തന്നെ പല ഡിസ്കഷൻസ് നടത്തി. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്നില്ല. ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസിന് അനുയോജ്യമായ ഒരു വാതിൽ ഇതിന് എന്താ പറയാ രൂപകൽപ്പന ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവസാനം തോൽവി സംബന്ധിച്ച് നജീബ് ഖാൻ ചർച്ച ചെയ്തു, നമുക്കിവിടെ വാതിലേ വേണ്ട നോക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. വാതിലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആർക്കും രാത്രി ഒന്ന് കയറിക്കൂടെ? കയറിക്കോട്ടെ, ഇവിടുന്ന് എന്താ എടുത്തുകൊണ്ടുപോകേണ്ടത്? മറ്റ് ജീവികളൊക്കെ വരില്ലേ, അവർക്ക് എന്തിനാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? അത് നജീബ് ഖാന്റെ അടുത്തുനിന്ന് വന്നാണ്. അതെന്തിനാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇടമാണ്. മൊയ്ന് നേരത്തെ സൂചിപ്പിച്ചാൽ ഈ ഇടം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട വാതിൽ, അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന ഒരു സ്പേസാണ്. പൊതുവെ മനുഷ്യൻ ഭയങ്കര എന്താ പറയുക സെൽഫിഷാണ് അല്ലേ? ഇപ്പോൾ പൊതുവെ നമുക്ക് നോക്കിയാൽ പറയാം, മനുഷ്യന്മാരൊക്കെ സെൽഫിഷാണ്. സ്വന്തം കാര്യം മാത്രം. നമുക്ക് ലഭിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അത് മാത്രമല്ല, എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നതിന് ലഭിച്ച ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നിന്ന് അത് എന്തും ആയിക്കോട്ടെ അതും കൂടി എനിക്ക് എങ്ങനെ ആസ്വദിക്കാം എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു ചിന്താഗതി. അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നത് സത്യം. അങ്ങനെ ഇരുട്ട് മൂടിയ ഒരു ഏരിയയിൽ ഒരല്പം പിടിച്ചോ അതാ നജീബ് കൂട്ട് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോ ഹൈവേ ഇപ്പൊ പുറത്ത് ഇത് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ ഹൈവേ വലിയ ഹൈവേ ആയിരുന്നു, അതിന് നേരെ ഒരു കയറായിരുന്നു. ഇപ്പൊ നമ്മൾ 1 കിലോമീറ്ററോളം പോയിട്ട് യൂട്ടേൺ എടുത്തിട്ട് വരും. ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കൾച്ചർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാവരും സെൽഫിഷാണ്. എങ്ങനെ മറ്റവന് ഒരു പിന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ സ്ഥലം കൊടുക്കാതിരിക്കാം, മറ്റവനെ എങ്ങനെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് പോകേണ്ടത് മാത്രമേ ചിന്തിക്കും. നിങ്ങൾ ആലോചിച്ച് പിന്നെ നമ്മളിങ്ങനെ ഒരു ലൈനിലൂടെ ഇങ്ങനെ പോവാണ്, ഇപ്പുറത്തുനിന്ന് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നു.
അപ്പോൾ ഇപ്പുറത്തുനിന്ന് വരുന്ന ഒരു വണ്ടിക്ക് ഒന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മളിവിടെ നിർത്തി കൊടുക്കും. നമ്മൾ നിർത്തി കൊടുത്താൽ അവിടുന്ന് വരുന്ന വണ്ടിക്ക് ഇങ്ങനെ തിരിച്ചു പോകാം. അത് പോയി കഴിഞ്ഞാൽ അതിന് പിന്നീട് വണ്ടികൾക്കൊക്കെ ഈ റോഡിലൂടെ പോകാം. പക്ഷെ ഒരു വാശിയാണ് ഇട്ടുകൊടുക്കില്ല, നമ്മൾ ഇങ്ങനെ പോകും. അപ്പോൾ ഒരാൾ നിർത്തി കൊടുത്താൽ ഒരു വണ്ടി പോയാൽ ബാക്കി എല്ലാം ഈ ഭാഗത്തിൽ പക്ഷെ ചെയ്തോളൂ. ഞാനൊരൊറ്റ അനുഭവം പറയും. സുഹൃത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു യൂറോപ്യൻ കൺട്രിയിലാണ് അദ്ദേഹം ജോലി ആവശ്യാർത്ഥം ചെന്നത്. അവിടെ ചെന്നിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ചെന്ന് പറഞ്ഞ വാഹനമൊന്നും ആയിട്ടില്ല, വണ്ടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ആ നാട്ടുകാരനൊരാളും വണ്ടിയിൽ വരും. ഇയാളെ പിക്ക് ചെയ്തിട്ട് ഇയാളെ കൂടെ വണ്ടിയിൽ കയറ്റിയിട്ട് പിന്നെ ഓഫീസിൽ ഏകദേശം 300 ആൾ വർക്ക് ചെയ്യുന്നൊരു ഓഫീസാണ്. എല്ലാവരും സ്വന്തം പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല, എല്ലാവരും സ്വന്തം വണ്ടിയിൽ വരും. അങ്ങനെ ഇയാള് രാവിലെ വരും, ഇയാളും കൂടെ ഈ സുഹൃത്തും കൂടെ കയറും. എന്നിട്ട് പോയിട്ട് പാർക്കിംഗ് ഒരുപാട് 100-300 വണ്ടികൾ നിർത്തുന്ന സ്ഥലത്ത് ഇയാൾ നേരത്തെ പോകുന്നതാണ്. പക്ഷെ നേരത്തെ ചെന്നിട്ട് ഏറ്റവും ദൂരെയുള്ള പാർക്കിംഗ് ലോട്ടിലാണ് അയാൾ വണ്ടി. ശരിക്കും സാധാരണ രീതിയിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അടുത്ത് പോയിട്ട് നിർത്തുക. കാരണം പിന്നെ എല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്, കാലിയായി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ എൻഡിൽ പോയിട്ട് ഡോറിന്റെ തൊട്ടടുത്ത പാർക്കിംഗ് ലോട്ട് സെലക്ട് ചെയ്യാം. പക്ഷേ ഈ സുഹൃത്ത് എന്ത് ചെയ്യും? ഏറ്റവും പിന്നെ നാട് ചോദിച്ചു, എന്താ പിന്നെ അടുത്ത് നിർത്തിക്കൂടെ, നമ്മൾ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ കുറെ നേരത്തെ നിർത്തുന്നത്, നമുക്കിവിടെ നടന്ന് ഓഫീസിലേക്ക് എത്താൻ ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ ഈ എൻഡിൽ നിർത്തിയാലും നമുക്ക് നടന്നു അങ്ങോട്ട് എത്താം. ഈ ലാസ്റ്റ് മൂവ്മെന്റിൽ വരുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് തൊട്ടടുത്ത ലോട്ട് കിട്ടിയ എളുപ്പമല്ലേ, അവർക്ക് പെട്ടെന്ന് അവിടെ കയറാലോ. ഇതൊരു കൾച്ചറിന്റെ ഭാഗം. ഞാൻ പറയുന്നത് ആ രീതിയിലുള്ള കൾച്ചർ രൂപപ്പെടുത്താനേ ഈ ഇലക്കും അതുപോലെ നജീബ്ക നേതൃത്വം കൊടുക്കുന്ന ടീമിനൊക്കെ ഒരു അല്പമെങ്കിലും ഒരു വെളിച്ചം പകരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഈ റിസോഴ്സ് നമുക്ക് നിർമ്മാണ മേഖലയെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഫീൽഡ് അതാണ്. ഇപ്പൊ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓണർ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാക്സിമം യൂട്ടിലൈസേഷൻ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതെന്തൊക്കെ? നമ്മൾ ആരെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സമീപിക്കുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ അപ്പുറത്തെ സൈറ്റിന്റെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത്, നമ്മൾ ഇത്ര വലിയ മതിൽ കെട്ടിയാൽ അവർക്ക് അവരെ കാറ്റ് ഒഴിച്ചു നിന്നു പോകും, അല്ലെങ്കിൽ അവരുടെ വഴിക്ക് തടസ്സമാകും, അവർക്ക് വെളിച്ചം കിട്ടില്ല. ഇങ്ങനെ ഒരു കൺസേർട്സും ആയിരിക്കും. മാക്സിമം എങ്ങനെ യൂട്ടിലൈസ്, ഇപ്പൊ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് മാക്സിമം എങ്ങനെ റിസോഴ്സസ് ഉപയോഗിക്കാന്നാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയുടെ ഒരു ഘടന ആലോചിച്ചു, ഇതിന്റെ മുകളിലെ ലെയർ, ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് എല്ലാ റിസോഴ്സസും ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. നമ്മൾ വെള്ളം എടുക്കുന്നത്, നമുക്ക് ധാതുലവണങ്ങൾ കിട്ടുന്നത്, നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഭൂമിയിലാണ്. അതേസമയം അതിന്റെ മറുവശം ആലോചിച്ച് നോക്കുക, നമ്മൾ എല്ലാ വേസ്റ്റും കൊണ്ടേ തട്ടുന്നത് ഇവിടെ ഭൂമിയിലാണ്. ഒരു സാധനം ചീഞ്ഞ് നാറിയാൽ അത് നമ്മൾ ഭൂമിക്കടിയിലാണ് കൊണ്ടുപോയി തട്ടുന്നത്. അത് ചിലത് ചീഞ്ഞ് നാറുന്നതിന് മുമ്പല്ല, നാറാൻ തുടങ്ങുമെന്ന് അറിയുമ്പോൾ തന്നെ മനുഷ്യ ശരീരം പോലുള്ളത് എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ടല്ലേ നമ്മൾ അടക്കല്ലേ. നമ്മൾ ആലോചിക്കുക എല്ലാ വേസ്റ്റും, പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്വാർത്ഥം ആ ഭൂമിക്ക് താങ്ങാൻ പറ്റാവുന്നതിന്റെ അപ്പുറമുള്ള വേസ്റ്റ് കൊണ്ടുപോയി നമ്മുടെ ഭാഗം മാത്രം. വരും തലമുറയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, അപ്പുറത്ത് ജീവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മുടെ പ്രകൃതിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ഭാഗം മാത്രം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ. പണ്ടൊരു വീഡിയോ കണ്ട് ഓർമ്മ വന്നപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം. അതായത് ഒരു സ്കൂളിൽ ഒരു പാരൻസ് മീറ്റിംഗ് നടക്കുകയാണ്, ഒരു PTA മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ പാരൻസ് എല്ലാവരും വന്ന്, ഒരു ഭാഗത്ത് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പാരൻസിനെ എല്ലാവരും ഇരുത്തിയിട്ട് ഒരു അധ്യാപകന് കുറച്ച് ക്രയോൺസ് കൊടുത്തു. വളരെ ചെറിയ പീസാണ് എല്ലാ ക്രയോൺസും, പല ഡിഫറെന്റ് കളേഴ്സിലുള്ള ക്രയോൺസ് കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും പേപ്പർ കൊടുത്തിട്ട് ചിത്രം വരക്കാമോ, എന്താ വരക്കേണ്ടത്, എനിക്ക് ഇഷ്ടമുള്ളത് വരക്കാമോ. അപ്പോൾ ഓരോരുത്തരും വരച്ചു. ഇങ്ങനെ ചെറിയ വീട് വരച്ചു, പിന്നെ അതിൻ്റെ ഒരു മറ്റേ തെങ്ങ്, പ്ലാവ്, ഇങ്ങനെ പല പല ചിത്രങ്ങൾ വരച്ചു, പുഴ ഒക്കെ വരച്ചു. അതൊക്കെ വരച്ചിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരൊക്കെ ആയിക്കോട്ടെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു. ഇതേ സമയം അത് കഴിഞ്ഞിട്ട് അവരെ മാറ്റിയിട്ട് കുട്ടികളെ കൊണ്ട് നിർത്തി കുട്ടികളോട് വരക്കാൻ പറ്റും. കുട്ടികൾ വരച്ചു നോക്കുമ്പോൾ എല്ലാം ബ്ലാക്ക് ഭയങ്കര വൃത്തികേടായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതെന്താ ഇങ്ങനെ, നിങ്ങളെ കളർ ക്രയോൺസ് കംപ്ലീറ്റ് നിങ്ങൾ ഉപയോഗിച്ചു, അവർക്ക് ബാക്കി അതെന്താ ഈ ബ്ലാക്കും ഗ്രേയും മാത്രം ബാക്കിയത്. എന്നിട്ട് ഈ അധ്യാപകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ വരും തലമുറക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് മാത്രം ബാക്കിയാക്കുന്നു, എല്ലാം നമ്മുടെ കളർഫുൾ ആയിട്ടുള്ളതൊക്കെ നമ്മുടെ മാത്രം സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരല്പം വ്യത്യസ്തമായി ചിന്തിക്കും.
നമുക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ പറ്റും. മനുഷ്യരെപ്പോഴും അങ്ങനെ ഒരു എന്താ പറയാ വടിവത്ത് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാവുന്ന ഒരു ഒഴുക്കി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരുടെ മനസ്സിനനുസരിച്ച് അവരുടെ ശരീരത്തിന്റെ ഭാഷ മാറും, ആര് ജീവിക്കുന്ന ഇടത്തനുസരിച്ച് അവരുടെ മനസ്സ് മാറും, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു വളരെ എന്താ പറയുക സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതി മനുഷ്യനുണ്ട്. അപ്പോൾ അതിന്റെ വലിയ എക്സാമ്പിളാണ് ഇതിൽ നടത്തിയത് പ്രവർത്തനങ്ങളോ മിസ്സൊക്കെ ചെയ്തതിന്റെ പോയിട്ട് പ്രവർത്തനം. അത്ര മൈക്രോ ലെവലിൽ അത് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാതെ ഈ സൈക്കോളജി കൂടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇടപെടൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ജീവിതം പറയാന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അത് ഏത് രീതിയിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നജീബ് ഖാൻ്റെ ഒരു ഇൻട്രോട് കൂടിയിട്ട് തന്നെ എല്ലാവരും പല പ്ലാനുകളും പൊളിഞ്ഞായിരുന്നു ശരിക്കും സത്യം പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ജീവിക്കണ ഈ ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഗോ വിത്ത് ഫ്ലോ എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സ്വന്തം കാര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒന്ന് നമുക്കതിന് മറ്റൊരാൾക്കൊരു ആശ്വാസം കൊടുക്കണേ നമ്മുടെ ഉള്ളിൽ അതൊരു സമാധാനമാണ് ശരിക്കും. എന്നാലും നമുക്ക് വേറെ ആൾക്ക് ആ ഒരു എനർജി പാസ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, എനിക്ക് ചോദിക്കാനില്ല നിജക്കാട്. കാരണം ഇപ്പൊ പല ആൾക്കാരും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ തിരിച്ചെന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടാവും ചെയ്യുക. അങ്ങനെ മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ തിരിച്ചൊരു നന്ദി പ്രതീക്ഷിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഇതൊരു ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഞാനത് നിങ്ങളെ ഇൻസ്പിറേഷൻ ആരാണോ അതൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്ന അത്രയും ഒരു നമുക്കൊരു ഇത് വേണം ശരിക്കും. നമുക്ക് അത്രയും ഒരു നമ്മൾ ഓരോരുത്തർ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു പവർ വേണം ശരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 2020 ആ കോവിഡ് ടൈമിലാണ്. അപ്പൊ അന്നിങ്ങനെ ഈ ചെടികളൊക്കെ ഭയങ്കര ചെറുത്, 1-2 ആൾക്കാർ ഇങ്ങനെ വന്ന് നമ്മൾ അവിടുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരിച്ച് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഫുൾ ഇലകള് ചെടികള്, അന്ന് ഇതൊക്കെ ഇങ്ങനെ ചെറിയ ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ ചെടികൾ മാത്രമായിരുന്നത്. ഇപ്പൊ ഞാനിവിടെ ജീവിതം കാണുന്നുണ്ട്. ജീവിതം എന്താണെന്ന് മധ്യവസ്ഥ ആവുമ്പോഴാണ് കുറെ ബോധ്യമാവുന്നത്. മറ്റേ ആർത്തി കൊണ്ടിട്ട് ജീവിക്കാൻ നമ്മൾ പഠനം, കുട്ടികളെ, ജീവിതം, കടം, പ്രാരാബ്ദങ്ങള് ഇതൊക്കെ തീരാൻ മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ. ജീവിതം പറയാന്നുള്ളതിൽ ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഒന്നും അല്ല എന്നുള്ളതാണ്. അതായത് എനിക്കിപ്പോ ഇവിടെ വന്നിട്ട് എന്റെ ജീവിതത്തില് എന്തെങ്കിലും സങ്കടമാണ്, എനിക്കൊന്നും ഒരു സങ്കടം ഇല്ലാന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പല രീതിയിലുള്ള ജീവിതങ്ങൾ ഞാൻ ഇവിടെ കണ്ടു. പല രീതിയിലുള്ള ജീവിതങ്ങള് അവരെ പോലെ ആവണമെന്നും എനിക്കൊന്നും കാര്യമായിട്ട് എന്റെ ലൈഫിലൊന്നും പ്രോബ്ലംസ് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോ നജിത്ത് പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ഹോം കെയർ പോവാൻ. ഇപ്പോഴാണ് നമ്മൾക്ക് ജീവിതം പറയാനും നമ്മളുടേതല്ലാത്ത പല തരത്തിലുള്ള ജീവിതങ്ങൾ കാണാനും അവരുടെ ജീവിതങ്ങൾ പറയാനും ഉണ്ടാവുള്ളൂ എന്നിപ്പോ മനസ്സിലായി തുടങ്ങി. നമ്മൾ ഈ കുറച്ച് മുന്നായിട്ട് ആലോചിച്ചായിരുന്നു ഒരു കലണ്ടർ ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. പല ഐഡിയാസും വന്നിട്ടുണ്ടായിരുന്നു, കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സാധനങ്ങളും ഓൾറെഡി ഡിസൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പിന്നെ ഈ ഒരു തീമിലോട്ട്, കുട്ടികൾ എന്നുള്ളൊരു തീമിലോട്ട് എത്താനുണ്ടായ ഒരു ഇതെന്ന് വെച്ചാൽ ഗ്രീനറൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഗ്രീൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഈ നേച്ചറിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേച്ചറിന്റെ വില ഇങ്ങനെ മനസ്സിലാക്കിപ്പിക്കാം എന്നൊക്കെ ഒരു ഐഡിയ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രീനറിയിൽ വെച്ച്. കുറേ കുട്ടികൾ വന്നു. അവരെ ഇഷ്ടത്തിന് വിടാ ചെയ്തത്. ഗ്രീനറിയിൽ അവര് പഴങ്ങൾ പറിച്ചെടുക്കാനോ ഇലകൾ പെറുക്കാനോ കുളത്തിൽ നീന്താനും അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവരന്ന് ഒരു ദിവസം ഗ്രീനറിയിൽ ചെയ്തത്. അത് ഞങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുക ചെയ്തത്. അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ചളിയിൽ ഇറങ്ങരുതെന്നോ വെള്ളത്തിൽ ഇറങ്ങരുതെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മളന്ന് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒപ്പിയെടുത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ ഇപ്പോൾ അസ്ലംക പറഞ്ഞു, ആ ഒരു കഥ പറഞ്ഞു, കളർഫുൾ ക്രയോൺസ് ഒക്കെ പാരന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇല്ല, അവരുടെ ലൈഫ് കളർഫുൾ ആക്കാനുള്ള റിസോഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. മുസ്വാഖ് പറഞ്ഞു മുസ്വാഖിന്റെ മക്കളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രകടനം നടത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഗ്രീനറി ലൈഫിനെ ഗ്രീനറിനെ പറ്റി നോക്കുമ്പോൾ നമ്മളൊരു നാച്ചുറൽ സ്പേസ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്.
സ്പേസസ് ഉണ്ടാക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് എന്നുള്ളത്. അപ്പൊ മുസ്തഫാക്ക് ഗ്രീനർ ഉണ്ടാക്കി ഒരു ഇക്കോസിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ മുസ്തഫാക്ക് മരിക്കുമ്പോൾ ഒരിക്കലും അത് കൂടെ കൊണ്ടുപോകില്ല, അതിവിടെ ബാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും. പക്ഷെ അതിനെ എൻജോയ് ചെയ്യാൻ പോകുന്നത് അടുത്ത തലമുറയായിരിക്കും. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സ്പേസസും ഓരോ കാര്യം, ഇപ്പൊ ഈ ഇല അടക്കം നമ്മളെ കാലശേഷം ഇല നോക്കുന്നത് ഇതിന് ഇൻസ്പയർ ആവുന്ന അടുത്ത ജനറേഷനായിരിക്കും. അപ്പൊ പക്ഷെ ആ അടുത്ത ജനറേഷന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം. എന്താണ് നമ്മളെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന റിസോഴ്സിന്റെ ഒരു വില മനസ്സിലാക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ തീം സെറ്റ് ചെയ്തത്. അപ്പൊ ഈ കലണ്ടർ ഇതിന്റെ തീമും കാര്യങ്ങളൊന്നും നമ്മൾ ഫസ്റ്റ് ടീമിനെടുത്ത് പറയാൻ ഡിസ്കസ് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മളെ മുന്നിർക്കാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഞങ്ങളിത് ഡിസൈൻ ചെയ്ത് അതിന്റെ ഓരോ ഫോട്ടോസ് ചൂസ് ചെയ്തതും ഓരോ ഫോട്ടോസിനും ഓരോ അർത്ഥങ്ങളുണ്ട്, ഓരോ ഒബ്സർവേഷൻസ് ഉണ്ട്, കുട്ടികളും പ്രകൃതി എന്നുള്ളിൽ ഓരോ ഒബ്സർവേഷൻസ് ഉണ്ട്. അതിൽ കൊടുത്ത ഓരോ കോട്ടുകൾ കുട്ടികളെ പറ്റിയുള്ള റിസർച്ച് പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കോട്ടുകളാണ്. കുട്ടികളെ വളർച്ചയെ പറ്റിയിട്ട്, ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്, അവരുടെ മനസ്സിനെ പറ്റിയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് വായിച്ച് അതിൽ നിന്ന് എടുത്ത കുറെ കോട്ടുകളുണ്ട്. അങ്ങനെ ഒരു എഫേർട്ടായിരുന്നു ആ ഒരു കലണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ആ കലണ്ടർ ഡിസൈൻ ചെയ്തത്. അപ്പൊ നമുക്കത് നല്ലൊരു വേദിയിൽ വെച്ച് ഒരുപറ്റ നല്ല മനുഷ്യരെ മുന്നിൽ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സ്പേസിനും അങ്ങനത്തെ ഒരു ടൈമിനും വേണ്ടി കാത്തിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഗ്രീനർ ലൈഫ് നടത്തുന്ന ഗ്രീൻ ഗ്രിഡ് എന്നുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്കത് പ്രകാശനം നടത്താം. അതിന് നല്ലൊരു സ്പേസ് വേണം, അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ആള് വേണമെന്നൊക്കെ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മൾ ഇല ചൂസ് ചെയ്യുന്നതും നജീബ് ഖാനെ ചൂസ് ചെയ്യുന്നതും. കാരണം ഇലനായിട്ട് നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അസ്റ്റംക്ക് അത് ഡിസൈൻ ചെയ്തു, അതേപോലെ നജീബ് അത് അടുത്ത ജനറേഷന് വേണ്ടി സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അതിന് ഒരുപാട് കണക്ഷൻസ് നമ്മൾ തമ്മിൽ ആ ഒരു തോട്ട് പ്രോസസ് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കലണ്ടർ ഡിസൈൻ ചെയ്യാനുണ്ടായതും പിന്നെ അതിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെല്ലാവരും മുന്നിൽ പ്രകാശനം ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്.